തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെ അല്ല എന്നാണ് യേശു ക്രിസ്തു പറയുന്നത്. ഇവിടെ നിൽക്കുന്ന ആളുകളെ ഒന്ന് ശ്രദ്ധിച്ചേ. ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് പണമുള്ളത് കൊണ്ടല്ല തെരുവുകൾ തോറും ഞങ്ങൾ ഈ സുവിശേഷം അറിയിക്കുന്നതിന്റെ കാരണം. പിന്നെ എന്താ, തെരുവുകൾ തോറും, പട്ടണങ്ങൾ തോറും, ഗ്രാമങ്ങൾ തോറും, വീതികൾ തോറും ഈ സുവിശേഷം പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അത് പ്രിയപ്പെട്ടവരോട് ആ സത്യം ഞങ്ങൾ ഒന്നും കൂടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് വാഴുന്ന ഒരു സമാധാനമുണ്ട്. ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് കർത്താവ് യേശു ക്രിസ്തു തന്ന ഒരു സമാധാനമുണ്ട്. ആ സമാധാനമാണ് ഈ കവലയിൽ നിന്ന് നിങ്ങളോട് യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകിയത്. ഒരു കാലത്ത് സമാധാനം നഷ്ടപ്പെട്ട്, സ്വസ്ഥത നഷ്ടപ്പെട്ട്, ആത്മഹത്യയുടെ വക്കിലെത്തി ഇനി ആത്മഹത്യ മാത്രമാണ് അതെ എന്റെ മുൻപിലുള്ളൂ എന്ന് വിധി എഴുതിയ ഒരാളാണ് നിങ്ങളോട് ഈ സുവിശേഷം പ്രസംഗിക്കുന്നത്. എന്നാൽ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് സർവശക്തനാകുന്ന ദൈവം തമ്പുരാൻ അനുഭവത്തിലൂടെ പഠിപ്പിച്ചതുകൊണ്ടാണ് ധൈര്യത്തോടെ ഈ ദേശത്തോട് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് പകലിൽ എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാനരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അതെ ജീവിതം ഒന്ന് പച്ചപിടിപ്പിക്കുവാൻ, കരുപ്പിടിപ്പിച്ചെടുക്കുവാൻ വേണ്ടി അത് ധനത്തിന്റെ പിന്നാലെ യാത്ര ചെയ്ത് കടത്തോട് കടം കൂടി ഇനി മുൻപിൽ ഒരു വഴികളുമില്ല, ആത്മഹത്യ മാത്രമാണ് എന്റെ മുൻപിലുള്ളൂ എന്ന് ചിന്തിച്ച് ആത്മഹത്യക്കോ തക്കം നോക്കി നിൽക്കുന്ന ജീവിതത്തോട് ഈ സമയം സുവിശേഷത്തിലൂടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവിന്റെ സുവിശേഷത്തിലൂടെ നിങ്ങളോട് ഞങ്ങൾ പ്രബോധിപ്പിക്കുന്നു. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അത് കടബാധ്യതകളെ നീക്കിത്തരുവാൻ, നിങ്ങൾ കടത്തിനകത്ത് പെട്ടിട്ട് അതിൽ നിന്ന് ഊരിപ്പോരാൻ കഴിയാതെ അതേ തീരാളിപ്പിടുത്തമെന്ന പോലെ അതിനകത്ത് നിങ്ങൾ കടക്കുകയാണെങ്കിൽ ഈ പകലിൽ സുവിശേഷത്തിന് നിങ്ങളെ രക്ഷിക്കാൻ ശക്തിയുണ്ട് എന്ന് ഞങ്ങൾ ഉറക്കെ ഈ ദേശത്തോട് പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ള, നിങ്ങളെ വിടുവിക്കാൻ കഴിവുള്ള, നിങ്ങളെ അതേ സകല വിഷയത്തിൽ നിന്ന് മോചിപ്പാൻ കഴിവുള്ള ഒരേ ഒരു നാമം, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. അതുകൊണ്ട് ഈ ദേശത്തോട് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കട്ടെ, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറൊരു നാമം ഇല്ലവേ ഇല്ല. ഇത് ഞങ്ങൾ വായിച്ച് പഠിച്ച് പറയുന്നവരല്ല പ്രിയപ്പെട്ടവരെ, ഇത് ഞങ്ങളുടെ അനുഭവമാണ്. ഞാൻ എന്റെ പ്രമേയമായി അല്പസമയം കൂടെ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിച്ചേ. അപ്പൊ പണത്തിന് മനുഷ്യനെ രക്ഷിക്കാൻ കഴിയില്ല. പിന്നെ എന്തുകൊണ്ടാണ് മനുഷ്യന് സമാധാനമില്ലാത്തത്? ഒരു കൂട്ടർ പറയും ഞങ്ങൾക്ക് ലഹരി ഉപയോഗിച്ചാൽ സമാധാനം കിട്ടും, അതുകൊണ്ടാണ് ലഹരിയുടെ പിന്നാലെ ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഞങ്ങൾ ഒരുപാട് ലഹരി ഉപയോഗിക്കുന്ന